നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷും ആയിട്ടാണ്. ആലു പൊറോട്ടയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. നമ്മൾ പൊറോട്ടയിലേക്ക് എങ്ങനെ സ്റ്റഫിങ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം, പിന്നെ അത് പൊട്ടിപ്പോകാതെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന പോലെ അതെങ്ങനെ പരത്തിയെടുക്കാം, അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു 7 പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം. സാധാരണ വെള്ളം തന്നെ ചേർത്താൽ മതി. ഇതിന്റെ മാവ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം. പൂരിയുടെ ഒക്കെ മാവ് പോലെ അങ്ങ് ടൈറ്റ് ആകാൻ പാടില്ല. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മാവാകുമ്പോഴാണ് നമുക്കിത് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ മാവ് മുഴുവൻ നന്നായിട്ട് നനച്ചെടുക്കാം, എന്നിട്ട് കുഴച്ചെടുക്കാം. ഇത് അധികം നേരം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് ഒക്കെ ഒന്ന് കുഴച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഞാനിത് കുഴച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളത്തിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കുറവുണ്ടാകും. ആ ഒരു അളവിലാണ് വെള്ളം എടുത്തത്. പിന്നെ വെള്ളത്തിന്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുടെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ പുറത്ത് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകിയെടുത്ത ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിക്കാം. അതിലും കുറച്ചുകൂടി നല്ലതായിട്ടുള്ളത് ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ആ ഫില്ലിങ്ങിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ അപ്പച്ചമ്പിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ 2 അല്ലെങ്കിൽ വലുതാണെങ്കിൽ 3 പീസസ് ഒക്കെ ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിന് മുകളിൽ നിരത്താം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്, ചിലപ്പോൾ 25 മിനിറ്റ് ഒക്കെ വേണ്ടി വരും, അത്ര നേരത്ത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളൊരു ഫോർക്ക് വെച്ച് കുത്തുമ്പോൾ ഉള്ളിലൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് തോന്നുന്ന സമയത്ത് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. എന്നിട്ടിത് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പാകമാകുമ്പം അതിലെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിന്റെ മുഴുവൻ ചൂടും പോകുന്നതിന് മുമ്പ് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഇത് ഉടച്ചെടുക്കാം. അപ്പോൾ ആ ആവി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്റ്റഫിങ് അധികം കുഴഞ്ഞു പോകാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് മുഴുവൻ ഒട്ടും വലിയ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമുക്കൊരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, എരിവിനനുസരിച്ച് പച്ചമുളക്, ഇത്ര ആദ്യം ഒന്ന് തരിതരിപ്പായിട്ട് ചതച്ചെടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സവാള നന്നായിട്ട് കളർ മാറി വരുന്നവരെ വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കുക. ഇതും ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ആദ്യം വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് ചേർക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിയില, അത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഇനി അല്പം കസൂരി മേത്തി ചേർക്കാം. അത് 1 ടീസ്പൂൺ എടുത്തിട്ട് കയ്യിൽ ഇന്ന് ഇട്ട് തിരുമ്മി പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാനീര് ചേർക്കാം. 1 ടീസ്പൂണോളം നാരങ്ങാനീര്. പിന്നെ ആവശ്യമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചെയ്യുന്ന രീതിയിലല്ല ചെയ്യുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റഫിങ് തന്നെയാണിത്. ഇതാണ് നമ്മുടെ ഫില്ലിങ്ങിന്റെ ഒരു കൺസിസ്റ്റൻസി. അധികം ഒട്ടലില്ലാത്തൊരു പാകമായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ കുഴച്ച് വെച്ച ഗോതമ്പ് മാവ് ഇപ്പോൾ ഇവിടെ ഒന്നുകൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്ത് ഒരേ സൈസുള്ള ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള പറാത്തയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഉരുളകളാക്കാം.
ഞാനിപ്പോൾ ഒരു 7 ബോൾസ് ആക്കുന്നുണ്ട്. ഇത് ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും ഇതേപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെക്കണം. അപ്പോൾ ആദ്യം ഒരു ഉരുള എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. 2 കൈ ഉപയോഗിച്ച് ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ ഒരു അല്പനേരം ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ഇതൊരു കപ്പ് ഷേപ്പായി കിട്ടും. ഇനി ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. എന്നിട്ട് ഈ കപ്പിനുള്ളിലേക്ക് ഒരു ഉരുള എടുത്ത് വെക്കാം. നമ്മുടെ ഒരു കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ച് ഫില്ലിങ് താഴേക്ക് പ്രസ് ചെയ്യുക. അതേസമയം മറ്റേ കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ചിട്ട് അത് സാവധാനം ആ പുറമേയുള്ള മാവ് മുകളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇത് ഫുൾ കവറായിട്ട് ഇങ്ങനെ വരും. ഇതേപോലെ ഒന്ന് മുഴുവനും സീൽ ചെയ്തെടുക്കുക. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് മാവൊക്കെ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പിൻ ചെയ്ത് മാറ്റിയെടുക്കുക. ഇനി ഈ ഫില്ലിങ് പൊട്ടി പുറത്തേക്ക് പോകാതെ നമുക്കിത് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക. അതിലേക്ക് ഈ ഉരുള വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും ഒന്ന് തിരിച്ചു വയ്ക്കുക. എന്നിട്ട് വീണ്ടും പ്രസ് ചെയ്യുക. ഈ സെന്ററിൽ വേണം നമ്മൾ പ്രസ് ചെയ്യാൻ. അപ്പോൾ ഉള്ളിലുള്ള ആ ഫില്ലിങ് സൈഡിലേക്കൊക്കെ ആയിട്ട് സ്പ്രെഡായി കിട്ടും. എന്നിട്ട് വീണ്ടും സൈഡിലൂടെ പതുക്കെ പതുക്കെ നമ്മുടെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നമുക്ക് ഇതേപോലെ എത്ര വലുപ്പത്തിലാക്കിയിട്ടോ അത്ര നേരം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഏതാണ്ടൊരു 6 ഇഞ്ച് വലുപ്പമായിട്ടുണ്ട്. ഇനി ഇത് കയ്യിലേക്ക് എടുത്തിട്ട് ഇതിൽ കൂടുതലായിട്ടുള്ള പൊടി മുഴുവൻ തട്ടിക്കളയണം. തട്ടിക്കളയുക, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് ആ പൊടി മുഴുവൻ കളയാം. ഇനി ഇതൊന്നുകൂടി ഒന്ന് നമ്മുടെ ചപ്പാത്തിക്കോല് കൊണ്ട് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിക്കോല് കൊണ്ട് നമ്മൾ സെന്ററിൽ കൂടി ഇങ്ങനെ കൂടുതൽ പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്താൽ ഇത് സൈഡിൽ പൊട്ടിപ്പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടി പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോവുക, അതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടി താഴേക്ക് വരിക. ആ രീതിയിൽ ചെയ്താൽ ഫില്ലിംഗ് ഒട്ടും പുറത്തു പോകാതെ നമുക്ക് കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇത് ചപ്പാത്തിനേക്കാൾ ഒരല്പം കൂടി കട്ടിയിലാണ് പരത്തിയെടുക്കുന്നത്. ഒത്തിരി ബലം കൊടുത്ത് പരത്താനും പാടില്ല. സാവധാനം ഇതുപോലെ പരത്തിയെടുക്കുക. കണ്ട, ഇപ്പം ഇത് അരികിലൊന്നും പൊട്ടിപ്പോകാതെ ഫില്ലിംഗ് ഒന്നും പുറത്തു പോകാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ചൂടാനായിട്ട് ഇതിനുള്ള തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഈ ഒത്തിരി കുറഞ്ഞു പോകാനോ കൂടി പോകാനോ പാടില്ല. എന്നിട്ടൊരു 30 സെക്കൻഡോളം ഒന്ന് ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് അല്പനേരം കഴിയുമ്പോൾ നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും തിരിച്ചിടാം. ഇവിടെ ഒരല്പസമയം കഴിയുമ്പോൾ ഒന്നുകൂടി കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കണം. ഇപ്പം ഇതിങ്ങനെ വീർത്ത് വരുന്ന നമുക്ക് കാണാം. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് ഇതിന്റെ 2 സൈഡിലും നല്ലൊരു ഗോൾഡൻ കളർ കിട്ടുന്ന വരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കണം. ചെറു ചൂടോടെ തന്നെ ഇത് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. ഞാനിത് പൊട്ടിച്ച് കാണിക്കാം. ഫില്ലിംഗ് ഒക്കെ കണ്ടോ, ഉള്ളിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഒരേപോലെ തന്നെ അങ്ങ് അരികു വരെ നല്ല സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് സാധാരണ ആലു പൊറാത്ത സെർവ് ചെയ്യുന്നത് തൈര് പിന്നെ അച്ചാർ അതിൻ്റെയൊക്കെ ഒപ്പമാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. ഈ സൈഡിലൊന്നും ഇല്ലെങ്കിലും ഇത് തന്നെയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.